ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 48-ാം ദിവസം നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവവും മരണവുമാണ്. ദുഃഖവെള്ളിയാഴ്ച നമ്മളെ സംബന്ധിച്ചോളം ദൈവപുത്രൻ്റെ സഹന മരണങ്ങളിൽ നമ്മൾ വേദനയോടെ പങ്കാളികളാകുന്ന ദിനമാണ്. നമ്മുടെ ദൈവം രക്ഷകനായി അവതരിച്ച് നമ്മുടെ സർവ്വ പാപങ്ങളുമേറ്റ് ആ പാപങ്ങൾക്ക് പരിഹാരമായി 3 ആണികളിൽ ക്രൂശിതനായി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ആരെയാണ് വേദനിപ്പിക്കാത്തത്? നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളേറ്റ് ഇപ്രകാരം ക്രൂശിൽ മരിക്കാൻ തയ്യാറാകുന്ന നല്ല ദൈവം. ഈ സ്നേഹത്തിൻ്റെ സ്മരണയാണല്ലോ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവപുത്രൻ തൻ്റെ കുരിശിൽ നിന്ന് ഒളിച്ചോടാതെ കുരിശുകൾ ഏറ്റെടുത്ത് നമ്മുടെ രക്ഷ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ വെല്ലുവിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളിൽ നിന്ന് ഒളിച്ചോടാതെ അവയെ ഏറ്റെടുത്ത് അവയെ രക്ഷയിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ വെല്ലുവിളി നമ്മളും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ദുഃഖവെള്ളി ഓരോ വിശ്വാസിയെയും കൂടുതൽ ധൈര്യമുള്ളവനാക്കി മാറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ചിന്തകളാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, കുരിശ് സൗഖ്യദായകമായ ഒരു അനുഭവമാണ്. 2, കുരിശ് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു പ്രതീകമാണ്. പത്രോസ് തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: അവൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ബൈ ഹിസ് വൂണ്ട്സ് ദാറ്റ് യു ഹാവ് ബീൻ ഹീൽഡ്. അതുപോലെ യെശയ്യാ പ്രവാചകനും 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സർവ്വ സൃഷ്ടിയുടെയും സമാധാനത്തിന് വേണ്ടിയുള്ളതായ ദൈവികമായ ഒരു ക്രമീകരണമാണ് കർത്താവിൻ്റെ ക്രൂശ് എന്ന് പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നു. അവൻ അവൻ്റെ പ്രാണൻ അകൃത്യയാഗമായി നമുക്ക് വേണ്ടി അർപ്പിച്ചു എന്നാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ അഴുതായ്മകളുടെ ശിക്ഷയിൽ നിന്നൊരു മോചനം. 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ സർവാന്തരംഗവുമായി ദൈവത്തെ സ്തുതിക്കുന്നത് 2 കാരണങ്ങളാലാണ്. 1, തൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചു. 2, തൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. തൻ്റെ അകൃത്യത്തെ മോചിക്കുകയും തൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ തൻ്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതായ ബോധ്യം. ഏത് മനുഷ്യൻ്റെയും നാശം അവൻ്റെ വഴിവിട്ട ജീവിതവും അവനെ ബാധിക്കുന്നതായ രോഗവുമാണ്. ഈ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ആർക്കവനെ വിടുവിക്കാനായിട്ട് കഴിയും? അവനിലാണ് ജീവിതത്തിൻ്റെ അർത്ഥം നാം കണ്ടെത്തേണ്ടത്. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ദൃക്സാക്ഷിയാണ്. യോഹന്നാൻ 19-ാം അധ്യായത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരു പടയാളി കുന്തമെടുത്ത് കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും അതിലൂടെ ഒഴുകി. രക്തം പാപപരിഹാരത്തിൻ്റെ അടയാളവും വെള്ളം ശുദ്ധീകരണത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവമാണ്. കാളകളുടെയും ആറ്റുകൊറ്റന്മാരുടെയും രക്തം പാപിയായ മനുഷ്യന് ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിഷ്കളങ്കമായ യേശുവിൻ്റെ രക്തത്താൽ എത്രയധികം ശുദ്ധി പ്രാപിക്കുമെന്ന് എബ്രായ ലേഖനകർത്താവ് ചോദിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലനും അതിനോട് ചേർന്ന് പറയുന്നു: യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജനനം ക്രൂശ് മരണത്തിന് വേണ്ടിയായിരുന്നു. ദ ക്രോസ് വാസ് ഹിസ് മിഷൻ. സകല സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിനായി കാൽവറിയിൽ അർപ്പിക്കപ്പെട്ട കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ പാപമോചനവും രോഗസൗഖ്യവും. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: വിശ്വസിക്കുന്നവരുടെ നിത്യരക്ഷയ്ക്കായി ഉയർത്തപ്പെട്ട കുരിശ്. അതുകൊണ്ട് പാപപരിഹാരയാഗത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ച് ക്രൂശിതനുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ കുരിശ് മനുഷ്യവർഗത്തിൻ്റെ പാപക്ഷമയും രോഗസൗഖ്യവുമായി അനുഭവിക്കാൻ സാധിക്കും. ഇതിനൊക്കെയുള്ള ആഹ്വാനമാണ് ഓരോ ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധനയും തുടർന്നു വരുന്നതായ ഈസ്റ്റർ സന്ദേശവും. 2-ാമത്തെ ചിന്ത, കുരിശ് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു പ്രതീകമാണ്. തർസൂസുകാരനായ ശൗൽ പ്രസിദ്ധനായി മാറിയത് ക്രൂശിതനുമായുള്ള ബന്ധത്തിലാണ് എന്നതിലാണ് കർത്താവിൻ്റെ ക്രൂശല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ക്രൂശിതനുമായുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളമായിട്ടാണ് നാം കുരിശ് സ്വീകരിക്കേണ്ടത്. അതിനാലാണ് കർത്താവ് പഠിപ്പിച്ചത് തൻ്റെ അനുയായി സ്വയത്തെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണമെന്ന്. ഓരോരുത്തരുടെയും ക്രൂശ് അവരവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളല്ല, മറിച്ച് അവരുടെ ജന്മ ഉദ്ദേശമാണ്, ജീവിത നിയോഗമാണ്.
അത് തിരിച്ചറിയാനായി സാധിക്കുന്നതുമാണ് ജീവിത സാഫല്യം. അത് നിവൃത്തിയാകുന്നതിന് തടസ്സമായി നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ. ആ ഇഷ്ടാനിഷ്ടങ്ങളെ ത്യജിക്കുവാനായിട്ടാണ് തന്നെത്താൻ ത്യജിക്കുക എന്നതിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് സ്വയത്തെ ത്യജിക്കാതെ കുരിശുധാരികളായി ജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും നിയോഗം തിരിച്ചറിഞ്ഞ് കുരിശു വഹിക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. സമൂഹത്തിൽ അപഹാസിതരാകുന്ന കുരിശുധാരികളുടെ ചിത്രം നമുക്ക് ചേരുന്നതല്ല. സ്വാർത്ഥതയും ജഡികതയും ഉപേക്ഷിക്കാതെ നിയോഗത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. ആരാധനയിൽ കർത്താവിനെ ഉയർത്തുകയും സ്വകാര്യ ജീവിതത്തിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന ശൈലി ഒരു ക്രിസ്ത്യാനി ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഓരോ ശ്വാസത്തിലും ക്രൂശിതനുമായുള്ള ബന്ധം നമ്മുടെ സൗഖ്യവും ആദരവുമാണ്. ഈ ഒരു ബഹുമാനത്തോടെ സമൂഹത്തിൽ ജീവിക്കാൻ കർത്താവിൻ്റെ ക്രൂശിനാൽ സൗഖ്യം അനുഭവിക്കുന്നവരായി, പാപക്ഷമയും രോഗസൗഖ്യവും അനുഭവിക്കുന്നവരായി ജീവിക്കാൻ ഈ വരും നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ. അതിനാവശ്യമായിരിക്കുന്ന ദൈവകൃപ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.